അപ്പോൾ ഹലോ ഗൈസ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാ സുഖം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫുട്ബോൾ ലീഗ് 2026 നമ്മൾ വാട്ട്ഫോർഡ് FC കേൾമോളായിട്ടാണ് ഗൈസ്. അതിൽ നമ്മൾ ഫോട്ടോ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒന്നാം വെച്ചാൽ കഴിഞ്ഞ നമ്മളെ സ്റ്റോക്ക് സിറ്റിയുടെ അപ്പുറമാണ് ഗൈസ് നമുക്ക് കഴിഞ്ഞ കളിച്ചത്. സ്റ്റോക്ക് സിറ്റി FC നമ്മൾ അങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇപ്പം വാട്ട്ഫോർഡ് FC അത് മാറിയിട്ട് ഗൈസ്, വാട്ട്ഫോർഡ് മാറിയിട്ടാണ്. പിന്നെ നമ്മളെ ഫസ്റ്റ് ജേഴ്സി, സെക്കൻഡ് ജേഴ്സി, ഹോം ഫസ്റ്റ് GK ഫസ്റ്റ്, GK രേവ ശരിക്കും പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ കൊള്ളത്തിൻ്റെ ഹോമാണത്, അതാണ് നമ്മൾ ഇതിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ടീമിൻ്റെ പേരാണ് മാറ്റിയിട്ട് നമ്മൾ വാട്ട്ഫോർഡ് FC മതിയായി സെറ്റാക്കിയിട്ടുണ്ട്. അവരുടെ ടീമോട് സെറ്റപ്പാണ്. നമുക്കൊരു 10 മാച്ച് അവൈലബിളായിട്ടാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണ് നമ്മളെ ടീം ഫുൾ ഇത്ര ഇതൊന്നുമില്ല ഗൈസ്. കോൺട്രാക്റ്റിൻ്റെ കാര്യം ഇപ്പോൾ നല്ല സെറ്റ് തന്നെയാണ്, അത്യാവശ്യം സൂപ്പർ തന്നെയാണ്. നമുക്ക് കളികൾ ഗൈസ്. നമ്മളിപ്പോൾ 3 ആക്കിയിട്ടുണ്ട് ഗൈസ്. 3 മിനിറ്റ് മതിയല്ല ഞാൻ എൻ്റെ ഫുള്ള് കഷ്ടപ്പെടാവും. ഇംഗ്ലീഷ് ലീഗ് ഏതാ നമ്മളത് അവരുടെ കാണിച്ചില്ല ഗൈസ്. ലിയസ് അതാരാന്നറിയില്ല. ലൊസവ തോംസണാ, അത് മറ്റേ ഇത് കണ്ടില്ലേ, ലങ്കണ്ട തോംസൺ മറ്റേ ഇത് കണ്ടില്ലടാ, മറ്റെന്താ പറയുക, ഫ്രീ ഫയറത്തെ ഒരു ലങ്കാക്കാരുടെ ഷോട്ടാണ് ഗൈസ്. ഓന് നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് എൻ്റെ ഇതിൽ. നമുക്ക് ഓനെ അങ്ങനെ വിട്ട് കളയാൻ പറ്റൂലാത്തൊരു മുതൽ തന്നെയാണ് ചങ്ങായി. നല്ലൊരു ഭാവി തന്നെ ഉണ്ട് ചങ്ങായിക്ക്. അങ്ങനെ വെറുതെ ഞാൻ ടീമിലേക്ക് എത്തിച്ച് ചെയ്ത മോനെ. ഷോട്ട് ഗൈസ്. ഫസ്റ്റ് ബോൾ അടിച്ചിട്ടുണ്ട് ഗൈസ്. വീണ്ടും ഗോൺസാലസിൻ്റെ ഒരു ത്രൂ ബോൾ ടു ലങ്കാക്കിലേക്ക് പോയില്ല ഗൈസ്. അവിടെ എടുത്തിട്ടുണ്ട് ഒടുല്ല ഗോൺസാലസ് ഗൈസ്. വെയിറ്റ് എടുത്തിട്ടുണ്ട്. വെയിറ്റ് ടു ഗാൽവസ് ടു ബ്ലൈസിൻ്റെ ഒരു സ്പ്രിൻ്റാണ് ഗൈസ്. ബ്ലൈസിൻ്റെ ഒരു ക്രോസ് ലങ്കാക്കിലേക്ക് എത്തിയില്ല ഗൈസ്. ക്രോസ് അറിയില്ല ഇവർക്ക്. ശരിക്കും പറഞ്ഞാൽ ഇടത് വിങ്ങുന്നതാണ് ഗൈസ് ഓണി ക്രോസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വലത് വിങ്ങിലേക്ക് പോയി ഓണി മാറ്റിയിട്ട് ഗൈസ്. നമുക്കിപ്പോൾ ഇത്ര ചേഞ്ചസ് മതിയല്ലേ? 3 ചേഞ്ചസ് ആത്തിട്ടുണ്ട് ഗൈസ്. ചേഞ്ചസാണ് ഗൈസ് നടത്തിയിട്ടുള്ളത്. ഗ്ലിബോസൺ ബ്രോവിലേക്കൊരു ത്രൂ ബോൾ ടു ജിബോസൻ്റെ ഒരു പാസ് ടു ലക്കാക്കൻ്റെ ഒരു ഗോൾ ബ്രദർ. ഇതാണ് ഗൈസ് വാട്ട്ഫോർഡ് FC വന്നിരിക്കുന്നു. ഏതാ കണ്ണടയിൽ നമുക്ക് സൂപ്പറായിട്ടുണ്ട് കാണുന്നത്. ഗ്ലിബോൺസിൻ്റെ ഒരു ത്രൂ ബോളാണ് ഗൈസ്. ബട്ട് അവനെ ഉദ്ദേശിച്ച ത്രൂ ബോളല്ല അണ്ണൻ കൊടുത്തത്. നേരെ ബ്രോയിലേക്ക് ഒരു ത്രൂ ബോൾ തേർഡ് വൺ. എടാ ഏതാത് ബോളൊക്കെ ഏതാ അതായത് ലോങ് ബോൾ ത്രൂ അടിച്ചുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മറ്റേ എന്താണ് ഡെർബിനതിൽ പേര് റിയലി ഞങ്ങൾക്ക് നെയിം എന്താ മനസ്സിലാവുന്നില്ല. ഗിബോസൻ ടു ലങ്കാക്ക ടു ആറാമത്തെ
വാസ് ആൻഡ് ബ്രോ ഒരു പെനാൾട്ടി ആയിട്ടുണ്ട് കേസ്. അന്ന് എൻ്റെ ഒരു ഫൈക്ക് ഇട്ടിട്ടൊരു തിരിച്ചിട്ടിട്ടൊരു അടിയും വേണ്ടിക്ക് നോക്കിയതാണ് കേസ്. അന്നപാട് തന്നെ ഫോളോ ചെയ്ത് ഇവിടെ ബ്രോവിനെ എടുക്കുന്നില്ല. ടോപ്പ് കോർണർ ബ്രോ അണ്ണൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ 4-0 3 ഗോള് ലങ്കാങ്ക 1 ഗോള് ബ്രോ ഗ്ലിബോൺസൺ ഗ്ലിബോൺസൺ 2 ബോള് എടുത്തില്ലടാ. ശരിയാവില്ല. അയ്യോടാ പോയി ഈനോയി എടാ യെല്ലോ കാർഡാ. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത് തന്നെയാണ്. ഷൂട്ടൊക്കെ ആകുമ്പോൾ ഷൂട്ടയിൽ കാണിച്ചാൽ ഷൂട്ട് വെക്കുക അന്നേരം ടേക്കിളായി പോയി സ്ലൈഡായി പോയി. ഗ്ലിബോൺസൺ അവിടെ കളി ജയിച്ച് നമ്മൾ 4-0 ജയിച്ചിട്ടുണ്ട്. അട്ടിമറി വിജയം തന്നെ നമ്മൾ അട്ടിമറി വിജയം ഏതാ അടുത്ത കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. സൂപ്പർ ഈ കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 220 ഉറുപ്പ് അടിച്ചിട്ടുണ്ട് നമ്മളെ ഹോം ഇതായതുകൊണ്ട് തന്നെ. പിന്നെ ലിബോൺസിനെ കുറച്ച് അപ്ഗ്രേഡായിട്ട് വരുന്നുണ്ട്. പിന്നെ എല്ലാവരും വരുന്നുണ്ട് ഗൈസ്. സൂപ്പറാണ് നമ്മളെല്ലാവരും. അവസാനത്തിനാണ് ഗൈസ് ഇപ്പോൾ ഉള്ളത്. നെക്സ്റ്റ് 75 ഓവറോളിൽ നോർവിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ് ഗൈസ്. എൻ്റെ അവസ്ഥയായതുകൊണ്ടാണ് വില 37 കൂടിയിട്ടുണ്ട്. എൻ്റെ കൂട്ടാൻ നമുക്ക് നോർവച്ച് ഗൈസ്. അപ്പോൾ നമുക്ക് സിം ചെയ്യാം. ഗസാക്കളെ നമുക്ക് 2-0 കഴിക്കാൻ പറ്റിയിരിക്കും ഗൈസ്. എന്താ ഇല്ല നല്ല പൈസ ഒന്നും കിട്ടിയൊന്നുമില്ല. നമ്മുടെ മുന്തിയ അവസ്ഥ ചെയ്യണേ. നമ്മൾ 12 സ്ഥലത്തുണ്ട്. ഇപ്പം നമ്മളൊക്കെ പുറത്ത് ചെന്തോ എൻ്റെ പേര് അറിയില്ല. പ്രശ്നം മൊത്തം ഫുള്ളായിട്ടാണ് ഫുൾ എഫ് സി എന്താവുമെന്നറിയില്ല. ഇതൊക്കെ ട്രാൻസ്ഫറിൻ്റെ കാര്യം നമുക്ക് നോക്കണമെന്ന് നമുക്ക് തോന്നുന്നുണ്ട് ചെറുതായിട്ട്. നമ്മൾ വെച്ചത് ഇല്ലല്ലേ 70 റേറ്റിംഗ് അത്ര ഇതിനകത്തൊരു പ്ലെയറിനെ കിട്ടിയത്. എന്നാലും കുറഞ്ഞൊന്നും വന്നിട്ടുണ്ട്. എന്താ ചെയ്യാനൊക്കെ ഒരാൾക്ക് ഗൈസ്. ആക്കളെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ ഫാറ്റ്സ് നോക്കിയാൽ ഇപ്പം ടോപ്പ് സ്കോറർ ലങ്കാക്കയാണ്. ടോപ്പ് അപ്സ്റ്റർ ഗിബോൺസൺ ആണ് ഗൈസ്. പിന്നെ ലങ്കാങ് എന്താ അറിയില്ല ഗൈസ്. ചെയ്യേണ്ട അറിയില്ല. GT എടുക്കേണ്ട വരുമ്പോൾ നമുക്ക് അടുത്തുള്ള സിം ചെയ്ത് നോക്കാം ഗൈസ്. അറിയാം ഗൈസ്. എന്നാലും നമ്മൾ ജയിച്ച ഗൈസ്. അതാണ് ഗൈസ്. നമുക്ക് അറിയായിരുന്നു നമ്മൾ അത്ര ചെറിയ ടീമാണ് നമുക്കുണ്ടാവില്ല തോന്നി നമുക്ക്. ബട്ട് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അണ്ണം കയറുന്നുണ്ട് ഗൈസ്. എല്ലാവരും കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. അടിച്ചു കയറി വരട്ടെ കിട്ടി. എല്ലാവരും അങ്ങ് വരട്ടെ. ഇങ്ങനെ എന്നാൽ ശരിയാവോ? 15 ഗോളും നെക്സ്റ്റ് കളി ആരോടെ നോക്കട്ടെ. നമുക്ക് ഫസ്റ്റ് ട്രെയിൻ ചെയ്യാൻ ട്രെയിൻ ചെയ്ത് നെക്സ്റ്റ് കളി റൗണ്ട് 6 ആണ്. റൗണ്ട് 6 അയ്യോ ഞാൻ ബ്രോ അതിനില്ല ഈ കളി 6 7 8 9 10 12 കളിയായി സിനിമകൾ. വെറും 12 കളിയാകുമ്പോൾ ഇനി ഇല്ല കഴിയും. അത്ര വലിയ കുറേ കളിയുണ്ട് കഴിച്ചു. 12 കളിയുണ്ട് കഴിച്ചിന്. എന്താക്കണം നമുക്കറിയില്ല. നമ്മുടെ ടീമാണെങ്കിലും മൂഞ്ചി കൂട്ടി ഇരിക്കുകയാണ് കഴിയും. എല്ലാവരും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെന്താക്കണമൊക്കെ അറിയില്ല കഴിച്ചാൽ. ഇപ്പോൾ കൗണ്ടർ തന്നെ വെച്ചിട്ടുള്ളത്.
ഇങ്ങനെ കൂട്ടണി കുറേ പൈസയാവൂടാ. ഈടെ മൈനി ഓക്കെ ഇല്ല, ഒരു സ്ലോ ആയിക്കൊണ്ടിരിക്കണ ചെയ്യടാ. ചപ്പാടി ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയിരുന്നു എനിക്ക് തോന്നിയത്. നെക്സ്റ്റ് കളി കളിച്ചോ കേസ്. നമുക്ക് നെക്സ്റ്റ് കളി കളിക്കണ സിമ്മാണ് നമുക്കൊന്ന്. നെക്സ്റ്റ് കളി സിമ്മാണ് കേസ് ചെയ്തത്. സിം ചെയ്യാൻ വെച്ചത്. നെക്സ്റ്റ് കളി സിം നോക്കുമ്പോൾ നമ്മൾ ലോസ്റ്റ് അവസ്ഥ. ലോസ്റ്റ് ഗൈസ്, ലോസ്റ്റ്. അങ്ങനെ പോയ ഒരിക്കലും ശരിയാവില്ല കേസ്. നമ്മൾ ഭയങ്കരമായിട്ട് ഒരവസ്ഥയാണ് കേസ്. നമ്മൾ ലോസ്റ്റ് ആയിട്ട് വരും കേസ്. അവിടെയായിട്ട് നമ്മൾ എന്താ കേൾക്കാൻ പറ്റും. അത് കഴിച്ചാൽ നമുക്ക് നേരെ കയറാൻ പറ്റും കേസ്. നമ്മൾ പ്രതീക്ഷ ഉള്ളത്. കാരണം നമ്മുടെ ടീം ഇപ്പം തൽക്കാലത്തേക്ക് എൻ്റെ പൊന്നോ നമുക്ക് മഞ്ഞായവരെല്ലാവരും നമ്മൾ കയറി കൊണ്ടുപോകണം. അല്ലെങ്കിൽ കൊണ്ട നമുക്ക് ഇവരെല്ലാം വിറ്റാലോ ഇതെല്ലാം എൻ്റെ തോന്നുന്നു. ഇവരെല്ലാം വിറ്റാലോ നമുക്ക്. കോൺട്രാക്റ്റ് പോയാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജീക്കനെ നോക്കിക്കോളൂ. ജീക്ക 25 വയസ്സിൽ എന്നോട് തോന്നിട്ടൊന്ന് ഒരാളൊരു ജീക്കുണ്ട് കേസ്. നമുക്ക് ഒരു മിനിറ്റ് കിട്ടുമല്ലോ. പോകുമ്പോൾ ജീക്കയുടെ ആൻസർ കൊണ്ടുവരും. ബൈ കട്ട നോക്കിയില്ല. ഞാൻ ഇറക്കി അത് ചെയ്യാനാ. ഈ സാറ്റങ്ങ നമ്മളെ ടീമിലേക്ക് എത്തിയിട്ടുണ്ട് കേസ്. നോ ഓപ്ഷൻസ് ബ്രോ, നോ ഓപ്ഷൻസ്. ഓരോ ഓപ്ഷൻ ഇല്ല കേസ്. നമുക്ക് അത് മാത്രമേ ഇല്ലാത്ത ഓപ്ഷൻ. നമുക്ക് റൈറ്റിംഗ് എല്ലാം നോക്കണം കേസ്. അതുകൊണ്ടാണ് 32 വയസ്സായാലും 25 വയസ്സായാലും അതിനോട് എത്തായിരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് കളി എന്തെങ്കിലും കളിക്കാം കേസ്. നമുക്ക് നെക്സ്റ്റ് കളി എന്തെങ്കിലും കളിക്കണം. ഒരു മണ്ടത്തിലായിപ്പോയോ ചില സംശയം വരുന്നു. ഇപ്പം നമുക്ക് മണ്ടത്തിലൊന്നുമില്ല. ബാ നെക്സ്റ്റ് കളി വയ്ക്കാൻ കൂടി പോവുകയാണ് കേസ്. അതും വാട്ട്ഫോർഡ് FC ലണ്ടനായിരിക്കും. ഗ്ലിബോൺസൺ ടു ലങ്കാങ്കയിലേക്ക് ഒരു ത്രൂ ബോളായിരുന്നു. ബട്ട് ഗ്ലിബോൺസൺ തിരിച്ചെടുത്തു. ഗ്ലിബോൺസൺ ആണോ അവൻ്റെ പേര് എന്താ അറിയില്ല. ഗ്ലിബോൺസൺ ഇപ്പം അത്ര പ്രശ്നമുണ്ട്. രീതിയിലേക്കൊന്ന് തിരിച്ചെടുത്തിട്ട് സൂപ്പറായിട്ടോ നമ്മൾ ഇപ്പോൾ കുറച്ച് സുഖമായിരിക്കും. അതെല്ലാം സൂപ്പറാവും. എടാ ഗ്ലിബോൺസൺ മുട്ട ലങ്കാങ്ക എടുത്തിട്ടുണ്ട്. ലങ്കാങ്ക ടു ഗ്ലിബോൺസൻ്റെ ഒരു ഷോട്ട് ഈ പട്ടിനെ കൊണ്ട് തോറ്റത്. González ലങ്കാങ്ക നമുക്ക് പറയാം. ലങ്കാങ്ക എടുത്തു. ലങ്കാങ്കയുടെ ഷോട്ട് ഗൈസ്. നമ്മളെ ഇതാണ് കുറച്ച് ഹാർഡായി വരുന്നുണ്ട്. ടോപ്പ് ക്ലാസ് ഇട്ടുകൊണ്ട് തന്നെ ഹാർഡാണ് കേസ്. നല്ലോണം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവില്ല ടോപ്പ് ക്ലാസ് ഇട്ടിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ സൂം അങ്ങനെ അറ്റത്തുകൊണ്ട് പോയി വെച്ചുകൊടുത്തിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ല കേസ്. അത് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുന്നതാണ് കേസ്.
എന്തോ എന്താ അറിയില്ല എന്തോ ആയിട്ട് പറ്റിയാണ് കാര്യമായിട്ട്. ലങ്കാങ്ക ഇൻ ദ ബോൾ ഗൈസ്. ലങ്കാങ്ക ഒരു ഷോട്ട് ഗൈസ്. ലോങ് ഷോട്ടാണ് ഗൈസ്. ഡിഫ്ലക്ഷൻ ആയിട്ടുണ്ട്. ഒരു ബ്ലോക്ക് ഡിഫ്ലക്ഷൻ ആയിട്ടുണ്ട്. ബ്രോവിൻ്റെ ഒരു കോർണർ കിക്ക് ലങ്കാക്കയിലേക്കാണ് ഗൈസ്. ലങ്കാക്ക നമ്മൾ ലങ്കാക്കയിലേക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓ ലങ്കാക്കയിലെന്ത് പോയി. ലൗസ് എടുത്തിട്ടുണ്ട്. ലൗസ് ടു ഗ്ലിബോൺസൺ ഷോട്ട് ബ്രോ. ഏതാ ഷോട്ട്. ഓ കിടുക്കാച്ചി കൊടു ഗൈസ്. ഗ്ലിബോൺസ് നമ്മളെ ലീഡല്ല ഒരു ഗോൾ അടിച്ച് ലീഡാക്കുകയാണ് ഗൈസ്. ഗ്ലിബോൺസിനെ എന്താ കുറ്റം പറഞ്ഞു. ബ്രോദർ ഏതാ ഞാൻ പാസ്സാ കൊടുത്തു. ഫസ്റ്റ് ഒന്നും അറിയാണ്ട് ഷോട്ട് അടിക്കുന്നത്. പാസ് ചെയ്തിട്ട് അത് അവർ കാണിക്കുന്നില്ല. പാസ് അതേപോലെ ബോള് കഷ്ടപ്പെടുത്തല്ല. ബോള് കഷ്ടപ്പെടുത്തി. ആണിയാക്കിയിട്ടും പ്രശ്നമില്ല. സംഭവിച്ച അത്ര വലിയ പ്രശ്നമല്ല. പിന്നെ ബോള് കഷ്ടപ്പെട്ട് അവർ നേരെ അതിലേക്ക് തന്നെ പോയത്. പിന്നെ അവർ ഫോളായത് നമുക്ക് എന്താ അറിയില്ല. അങ്ങനെ കളി ജയിച്ചു. നമ്മളെ കളി ജയിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് ഒരു ഗോളിലാണെങ്കിൽ ജയിച്ചു. നെക്സ്റ്റ് കളി നമ്മൾ ആരപ്രാ നമുക്ക് അടിച്ച് പുള്ളിക്കേണ്ട ഒരു പ്ലെയർ ഉണ്ടായില്ല. നെക്സ്റ്റ് ഞാൻ അടുത്ത കളി നെക്സ്റ്റ് കളി നമ്മളെ ഫസ്റ്റ് ഇല്ല ടീമിനോടാണ് ഗൈസ്. അവൻ എന്തായാലും ജയിക്കും ഉറപ്പാക്കുന്നുണ്ട്. നമുക്ക് ഈ കളി ആ കളിയും കൂടി കളിക്കാം. ലാസ്റ്റ് ആ പൊർട്ടുമോ ആ കളിയും കൂടി കളിക്കാം. എല്ലാത്തിനെ അടിച്ചങ്ങ് ഉറക്കണം ഗൈസ്. ഇതാണ് നമ്മളെ സ്റ്റേഡിയത്തിലാണോ? നമ്മളെ സ്റ്റേഡിയത്തിനല്ല ഒന്നും അല്ല കളി കളിയുണ്ട്. എന്തോ ത്രോണോണോസൻ നമ്മുടെ ലക്കാക്കിന് എത്ര വെച്ചു തുടങ്ങിയാലും ഡിഫൻസ് മിഡ്ഫീൽഡാണ് നടക്കണം. ഡിഫൻസ് ഞാൻ സ്ട്രൈക്കറാണെന്ന് ഇത്രയാണ് വിചാരിച്ചത്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ടീമിൻ്റെ സമയത്ത്. ഇവനാടാ ഇരിക്കുമ്പോൾ ഓടിക്കുന്നത്. എന്താ പ്രശ്നം? എത്ര പ്രശ്നമാണോ നമുക്കറിയാത്ത ആ പ്രശ്നം. ഓഹോ ത്രോആർസൺ ലങ്കാങ്ക ഈ കളി എന്താ കളി തോറ്റാൽ ഉറപ്പ് നമ്മൾ കപ്പ് എന്തായാലും എന്ത് ലൂസാവും ഗൈസ്. അവർ ഇതുവരെ ലൂസായിട്ടില്ല. അതാണ് പറഞ്ഞത്. അനക്ക് അറിയാമത്തുണ്ടെങ്കിൽ ഈ ബോർഡ്സിൽ ആരാടാ? ഗിബോൺസ് ഒരു കാര്യം അത് ചോദിച്ചോട്ടെ. ഗിബോൺസ് സ്ട്രൈക്കറാണോ? അറിയാൻ പാടത്ത് ചോദിക്കുക. ഞാൻ നോക്കട്ടെ. ഈ കളി ഒരു ഗോൾ അടിക്കാൻ പറ്റും. എവിടുന്ന് ഇരുന്നറിയല്ലോ. ബ്രോ പോലും ഇങ്ങനെ അടിക്കുന്നില്ലടാ. ഡിഫൻസ് മിഡ്ഫീൽഡറാണെന്ന് ഓൻ തന്നെ പറയുന്നുണ്ട്. ഡിഫൻസ് മിഡ്ഫീൽഡറാണെന്നും പറയുന്നുണ്ട്. വെറുതെ അറ്റാക്ക് പിടിച്ചിട്ടാ പിന്നെ എന്താക്കടി കളി സമയം. ബട്ട് ഇവൻ അറ്റാക്ക് മിഡ്ഫീൽഡർ നല്ല പിടിച്ച് കളിക്കണ്ടല്ലോ. അറിയാണ്ട് പിടിച്ച് സിം ചെയ്ത് പോയി. പക്ഷേ നാലേ പിടിച്ച് ജയിച്ചടാ. ഏതാ കളി. സൂപ്പർ യു ഹാവ് ബ്രോ, യു ക്യാൻ ഡു ഇറ്റ് ബ്രോ അറിഞ്ഞു. ബ്രോ 81 റേറ്റിംഗ് ആയി. ഓർക്കണേ 81 റേറ്റിംഗ് ആയി.
നെക്സ്റ്റ് കളി വരാൻ വേണ്ടി ലൂസ 80 ഇന്ന് രണ്ടിലധികം ഒന്ന് അറിയും. സാധനം കൂടി ജയിച്ചാൽ നമ്മള് അവരെ ജയിച്ചിട്ടുണ്ടെങ്കിലോ 100% ഉറപ്പാച്ച് മൂഞ്ചു കൂടും. ഇതാണ് മോനെ റിയലി ഡെർബി എന്ന് പറയാൻ പറ്റില്ല. നമ്മളേതാണ് അവരുടെ നമുക്കൊന്നും അറിയില്ല. ഡെർബിയാണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും കളി തുടങ്ങിയിട്ടുണ്ട്. ലങ്കാങ്കയുടെ അടുത്ത് ബോളാണ്. അയ്യോ കട്ട ടീം തന്നെ എടാ രണ്ടാൾ പിടിച്ച് എടാ കിട്ടി ലോസ ടു ക്ലിബോൺസ് ടു ലങ്കാങ്ക ഒരു ഷോട്ട് ബ്രദർ. അണ്ണൻ തിരിച്ചു വന്നു യാ ബ്രോ. അണ്ണൻ തിരിച്ചു വന്നിരിക്കുന്നു. ഏതാ ലങ്കാങ്ക എടുത്തിട്ടുണ്ട്. ബ്രോ ഇൻ ദ ബോൾ എടാ ഒരു ചിപ്പ് പോലെ എന്താ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. ബട്ട് എന്നാൽ നൈസ് ബോളായിരുന്നു. ബട്ട് ഗോളായില്ലാന്ന് എനിക്ക്. ഫസ്റ്റ് ഗോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. ഉറപ്പിച്ചിട്ടുണ്ട് നമ്മൾ. അടാ മുത്തേ കൗണ്ടർ അറ്റാക്ക് ടാക്ക് ആടാൻ വന്നുപോയി. ഇവര് ടീമാണ്. അത്ര ഒരു ഇതില്ല. എന്തോ പൈസ എത്തിക്കിട്ടിയത്. അടാ ഞാൻ പറഞ്ഞില്ല ഈ ഒരു സീസൺ ഒരു പ്രശ്നമില്ല. അടുത്ത സീസൺ മുതലാണ് നമ്മള് എന്തായാലും എത്തുന്ന ഉറപ്പായിട്ട്. എന്തായാലും നമ്മള് അടുത്ത സീസൺ മുതലാണ് പ്രശ്നം വരാൻ വേണ്ടി പോകുന്നത്. ബ്രോ ഇൻ ദ ബോൾ അണ്ണ. ഞാൻ വെച്ച് ഫസ്റ്റ് ബ്രോ അണ്ണ സീനാണ്. എല്ലാം മനസ്സിലായി. അത്ര സീനില്ല. അണ്ണ അത്രയൊന്നുമില്ല. ഇതുകൊണ്ട് 80 റേറ്റുകൾ 81 റേറ്റുകളാണെന്ന് എനിക്കറിയാത്ത. ഡിഫ്ലക്ഷനൊക്കെ മടുപ്പിച്ചു. എടാ എന്റെ കാലം അത് കിടക്ക് പോയേ. ലിബോൺസ് ഇൻ ദ ബോൾ ഏത് ബ്രോ അടിച്ച് കൂട്ട് നിന്നെ കൊണ്ടാവും. ഇതിനെന്തിനാണ് 81 റേറ്റുകളായേ? ഗ്ലിബോൺസൺ വിടാനേ പറ്റില്ല. ഗ്ലിബോൺസൺ അണ്ണൻ സീനായിട്ടുണ്ട്. ലങ്കാങ്ക തിരിച്ചു വന്നു ലങ്കാങ്ക തിരിച്ചു വന്നു ബ്രദർ. ലങ്കാങ്ക വീണ്ടും ഗോൺസാലസ് ടു ഗ്ലിബോൺസൺ. ദാറ്റ്സ് എ ഗോൾ. ഇതൊരു നൈസ് കോർണറാണ്. ലൗസിലേക്ക് എത്തുന്നത്. ലൗസിനൊന്നും അവർക്ക് ഇതാക്കാൻ പറ്റുന്നില്ല. ഒരു ക്രോസ് ടു ഗോൺസാലസ്. സേവ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ടീമിനെ സേവ് ചെയ്തിട്ട് കാര്യം ചെയ്യലടാ. നമ്മൾ ജയിച്ചു 2-0 ലങ്കാങ്കാൻ്റെ 2 ഗോൾ നമ്മൾ ജയിച്ചു. ഇതൊക്കെയാണ് വിൻ. നമ്മൾ 1-ാം സ്ഥാനം പിടിച്ചു പറ്റിയിരിക്കുന്നു. നമ്മളിതാ 1-ാം സ്ഥാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മളിതാ 1-ആയിരിക്കുന്നു. ബ്രോ നമ്മൾ അതിന് എത്ര കളിയിലൊക്കെ കളി നമുക്ക് 3, 4, 5, 6, 7 കളി 9 കളി മാത്രമേ ഇല്ല പൈസ ബാക്കി. അടുത്ത കളി ആരോടാ അറിയില്ല. ബട്ട് നമുക്ക് നോക്കുക. ഓക്സ്ഫോർഡ് FC പറഞ്ഞ FC ആണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും സ്റ്റോക്ക് സിറ്റിയിലോട് കളിയുണ്ട്. കളി കഴിഞ്ഞ മുമ്പ് ഇപ്പോൾ ആക്കുന്ന ആവശ്യമുണ്ട്.
ഫിക്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെയാണ് റൗണ്ട് 10. റൗണ്ട് 18 വരെ ഉണ്ട് കേസ്. 8 റൗണ്ടാണ് ബാക്കിയുള്ളത്. നമുക്കൊന്ന് പ്ലേ ചെയ്യാം കേസ്. നമുക്ക് അടുത്ത കളി കളിക്കാം. അല്ല നമുക്ക് സിം ചെയ്ത് നോക്കാം കേസ്. സിം ചെയ്തിട്ട് എന്താ നോക്കാം. നമുക്ക് ഒരാളി പോയാൽ അടുത്ത കളി ഉണ്ട് കേസ്. അല്ല കളി പോയാൽ ഞാൻ പറഞ്ഞു ഈ കളി പോയാലെന്ന്. കളി പോയി, കയ്യന്ന് പോയി, എല്ലാം പോയി കയ്യുന്നു. അനാവശ്യമായി നമ്മൾ സിം ചെയ്യരുത്. പൊട്ടിയില്ലല്ലോ പാവം അച്ഛന് പാവകൾ. നെക്സ്റ്റ് ഗെയിം ഇറ്റ്സ് സ്റ്റോക്ക് സിറ്റി FC ഗായ്സ്. നമുക്ക് കളിക്കാം ഗായ്സ്. അപ്പം അങ്ങനെ കളി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോക്ക് സിറ്റി vs വാട്ട്ഫോർഡ് FC, the big match. അടാ ഗോളി സൂപ്പർ ആട്ടാ. ഗോളി 80 റൈറ്റിക്കലുണ്ടേ. പവർ ഗോളിയാണേ. ഗോളിയുടെ അടുത്ത് പിടിച്ചിട്ടില്ലേ എന്താ പറയുക. ലിബോൺസും ലഗാസാക്കും ഗോൾസാലൊന്നും ഒന്നുമല്ലടാ. ഈസി ഗെയിം. ദാറ്റ്സ് എ കൗണ്ടർ അല്ല, ഒരു ടിക്കറ്റ് ആക്കാൻ അറിയാം. ലിബോൺസൺ ഇൻ ദ ബോൾ. ലിബോൺസിൻ്റെ ഒന്ന് ലൂസ് ദ ബോൾ. ദ വൈറ്റ് ദ എടുത്തിരിക്കുന്നു. ലൗസക്ക് കിട്ടിയിരിക്കുന്നു. ലൗസ ടു അടാ നിന്നോട് മുന്നോട്ട് കയറുന്നോണ്ടാണ് ഞാൻ അങ്ങോട്ട് ഇട്ടത്. ഞാനല്ല അവൻ ഇട്ടത്. നീ എടുക്കാത്ത പിന്നെ എൻ്റെ പ്രശ്നം. എൻ്റെ കുറ്റല്ല. അവൻ്റെ പറയണ്ടാ. ലങ്കാങ്ക ഇൻ ദ ബോൾ. ഏതാ Nazuya to Gibbonson to നിങ്ങൾ എത്ര നമ്മളെ പൊട്ടിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളാണെന്ന് ഉയർന്നു വരും. സ്റ്റോക്ക് സിറ്റി മൂന്നിപ്പോയിട്ടുണ്ടോ ഇപ്പോൾ. നമ്മളിപ്പോൾ എന്താ കാണുന്നേ. ഇതേത് ജില്ല. ബ്രോണ്ണ ഒരു ഗോളടി. യു കെ ഒരു ഗോള്. നമുക്ക് അപ്പുറത്തെ മുടി കെട്ടിക്കില്ലേ. പൈ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഈ സീസണിൽ നമ്മൾ 3 മിനിറ്റ് മാത്രം വെക്കും. പിന്നെ അടുത്ത സീസൺ നമുക്ക് 6 മിനിറ്റ് കളിക്കാം. അവരെല്ലാം ചേഞ്ച് എടുത്തുണ്ടോ അവരെ തീപ്പിള്ളറാട്ടാ. നമ്മളെ പിന്നെ നമ്മൾ ജയിക്കുന്നുണ്ടോ അതാണ് അതിൻ്റെ ഇത്. ലൗസിനെ കൊണ്ടല്ലേ ഗോൾ അടിക്കണ്ടേ. നീ ഇങ്ങനെ നിന്നാ മതിയാ ലൗസ. ഗോൾ വേണ്ട എടാ പൊട്ടാട. ആരെങ്കിലും ഉണ്ടായില്ല അന്നേരം ഗോൾ അടിച്ച് എനിക്കെന്തായി പോക്ക് ചത്തൂരി. അടാ നീ ഇപ്പം എന്താ കണ്ടേ. സോറി ഞാനിപ്പോൾ എന്താ കണ്ടേ. എടാ സൂയി സെലിബ്രേഷൻ ഏതാ സാധനമാണ്. ലാസ്റ്റ് സൂയി സെലിബ്രേഷൻ അതിങ്ങനെ കാണണ്ട. കോളനിട്ടാവൂ അവനെ നടിയിട്ട് അവനടുത്ത് കൊടുത്ത് ഇവിടുന്ന് എടുത്ത് ഷോട്ടല്ലേ. മറ്റേ ബ്രോനെ കൊണ്ടെടുത്തില്ലേ. ബ്രോണ്ണനെ കൊണ്ടെടുത്ത് ലങ്കാങ്ക ടു അണ്ണ എടുത്തു. ഓഫ് സൈഡ് പോയിട്ട് എന്തിനാ നിൽക്കുന്നത് മുത്തേ. എന്തിനാണോ കളിക്കണേ. അതൊരു ഫേവർ തന്നെ. എടാ മുട്ടേ ട്രോയിനല്ലടാ എനിക്ക് ബോള് വേണമല്ല. മറ്റേ ഇവനെ കൊണ്ട് അടുപ്പിക്കണ്ടേ ഞങ്ങൾക്ക് ഗോള്. നീ എന്താ പറയണേ. ഓണിക്കില്ല വേഗം കൊടുക്കും. പാസ്സല്ലടാ പാസ്സും ചവച്ചോണ്ട് ഇന്നോളൂ. ഞാൻ എന്ത് വാടാ മുത്തേ അടിടാ. എടയാ പട്ടികള്
അവിടെ നിൽക്കുന്നത് നമ്മളാണ് കേസ്, നമ്മളെ സ്യൂട്ട് സൂപ്പറല്ലേ. യു ക്യാൻ ഡു. എടാ മൂത്ത ഇതിനൊക്കെ അടിക്കാൻ അറിയില്ലെങ്കിൽ പോയി പിന്നെ ഇതിൽ 81 റേറ്റ് ചെയ്യണം വാങ്ങിയേ. ഏതാ നമ്മൾ ജയിച്ചും തരും, അത് മതി. ഓടിക്കാൻ പറ്റും പാടാ, എന്നിട്ട് ഓടിക്കാൻ പറ്റുക. അങ്ങനെ ആണ്ട് കൂടെ വെച്ചാൽ ഫസ്റ്റ് ഗോളാണ് പാസ് ആൻഡ് ഗോൾഡേടാ. കോഡ് ചെയ്യുന്നുണ്ടേ പിന്നെ കോഡ് അല്ലേ, അതാ ശരിയല്ലേ, അത് ശരിയല്ലേ. 1 മിനിറ്റ് ആയിരുന്നു ശരിയാക്കട്ടെ. നമുക്കിവിടെ ഈ വീഡിയോ വെച്ച് നിന്ന് കിട്ടുക നമുക്ക് കുറേ സമയം കേസ് അല്ല, കുറേ സമയം കേസ് ഇവന്നെ സമയം കഴിഞ്ഞല്ലേ. വൈറ്റിൻ്റെ സമയം കഴിഞ്ഞ് നമുക്ക് വിറ്റാലോ. ഇപ്പം തന്നെ വിറ്റ് കഴിഞ്ഞാൽ വൈറ്റിനെ വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും. 37 വയസ്സായി വൈറ്റിന് എന്തിനുണ്ടാക്കാനാണ് അവനെ ഇനി ഇതൊക്കെ നിൽക്കുന്നു. വൈറ്റ് അയ്യോ 190 റുപ്യ എന്നിട്ട് നീ ഏതെങ്കിലും പോയി ജീവിക്ക്. ഞാൻ വിട്ടു വിട്ടോ. ഇത് മിഡ്ഫീൽഡറിനെ ഇറക്കാല്ലേ. കമോൺ ബ്രോ, ഞാൻ അവനെ ഇറക്കിയിട്ടുണ്ട് കേസ്. അങ്ങനെ ചെറിയൊരു ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇറക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇറക്കിയാണ് തന്നെ. ഒന്നും നോക്കിയില്ല, ഒറ്റ മൈൻഡാണ് കേസ്, ഒറ്റ മൈൻഡ്. ബ്രോ പുതിയ കൂടി വന്നിട്ടുണ്ട്. ഇനി പൂ സൂപ്പർ റാവി. യുവർ ടൈം ഖത്തം ഇവനെ അങ്ങോട്ട് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിനി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളതാണ് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. 390 റുപ്യ നമ്മൾ കുറവാണ്. ഇപ്പം അടുത്ത കളി ആരോടായിരുന്നു? നെക്സ്റ്റ് ഗെയിം 69 റേറ്റിംഗ് ആയിരുന്നു. ഡെർബിനോടാണ് ഗൈസ് അടുത്ത കളിയും. കഴിഞ്ഞ അടുത്ത കളി ഉള്ളിനോടുണ്ട്, പിന്നെ ലണ്ടനോടുണ്ട്, പിന്നെ ഉള്ളത് ഗെയിം നമ്മളെ മറ്റേ ടീമിനോട്. ഇതും കൂടെ ഇല്ലും ഗൈസ് നമ്മൾ രണ്ടൊരു ഒക്ടോബർ നവംബർ മാത്രമേ 2 മാസം കൂടെ ഇല്ലൂ. ഈ മാസം 2 മാസം കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ സീസൺ നമുക്ക് ഇവിടെ വെച്ച് വെയിൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു, സൂപ്പറായിട്ട് വെയിൻറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നൊരു കാലത്ത് വെച്ചാൽ ഇപ്പോഴിവിടെ 20 ഉണ്ട്. എത്ര ലൂസ് 3 ലൂസ്, നമുക്ക് 2 ലൂസേ ഇല്ലൂ. 2 ലൂസായിട്ട് നമ്മൾ ഫസ്റ്റ് എത്തിന് ഇവർ 0 ലൂസിൻ്റെ സമയത്ത് അല്ല, എനിക്കൊരു ലൂസായി. അന്നേരം നമ്മൾ ഇവർക്ക് 1 ലൂസ് നമുക്ക് 2 ലൂസിൻ്റെ സമയത്ത് നമ്മൾ മുമ്പിലെത്തി. എന്നിട്ട് ഇവർ 3ാമത്തെ ലൂസായി ഒന്നുമില്ല. 4 വരെ നമുക്ക് നമ്മൾ നേരെ അടുത്ത ടീമിലേക്ക് ഇതാവും. പിന്നെ അങ്ങോട്ട് ആക്കി ഇവിടെ തന്നെ ഇരുന്ന് നിരകിക്കുന്നവരാണ് ബാക്കി വരും. ഐ ഞാൻ നമുക്ക് കുറച്ച് നമുക്ക് 2-3 കളിയല്ല, ഈ 2 കളി ഞാനിപ്പം നമുക്ക് യൂട്യൂബിൽ കുറേ വീഡിയോസ് ചെയ്യുന്നല്ലോ. അയ്യോ മൂതി നടക്കൂല. നമുക്ക് 2 കളി ഒന്ന് സിം ചെയ്ത് നോക്കാം ഗൈസ്. ഫസ്റ്റ് മാജിക് ബട്ടൺ ഓൺ ആക്കട്ടെ, സിം ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് കളി നമ്മൾ 1-4 നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. 4-1 നമ്മൾ ജയിച്ചിട്ടുണ്ട്. 140 റുപ്യ ഇല്ലും അവിടെ കൊണ്ട് കയറി, അതൊന്നും പ്രശ്നമില്ല. ഏതാറാ അത്? സ്റ്റോക്ക് സിറ്റി നമ്മുടെ അടുത്ത് അപ്പുറമൊന്നുമില്ല. സ്റ്റോക്ക് സിറ്റി ഇപ്പം 6ാമിലേക്ക് പോയി, നോർവിച്ച് 5ാമിലേക്ക് താന്ന്, ലോട്ടോണും താന്ന്, ഹുള്ള് മുകളിലേക്ക് കയറി. നെക്സ്റ്റ് കളിയും കൂടി നമുക്കൊന്ന് സിം ചെയ്ത് നോക്കാം. പിന്നെ ബാക്കിയുള്ളത് 2 കളി കഴിഞ്ഞാൽ പിന്നെ 5 കളി മാത്രമേ ഇല്ല ഗൈസ്. അത് അടുത്ത നമുക്ക് എപ്പിസോഡിൽ കൂടുതൽ നമുക്ക് 5 കളി അതിനകത്തൊന്ന് സെറ്റാക്കാം. പിന്നെ നമുക്ക് പൈസ കൊടുത്തെടുക്കാനുണ്ട്. പൈസ അവർ തരുമായിരിക്കും, നമുക്ക് നമ്മളെ മാനേജ്മെൻറ്റ് നമുക്ക് തരുമായിരിക്കും. ഈ അടുത്ത കളി നമുക്കൊന്ന് സിം ചെയ്യാമല്ലേ.
അയ്യടാ. ബെല്ലിനെ നമുക്ക് കോൺട്രാക്ട് കൊടുക്കുന്ന സമയം. ബെല്ലി വേർ ഇസ് ബെൽ ബ്രോ, വേർ ഈസ് ബെൽ? മൈൻഡ് ആക്കുന്നുണ്ട്, വേറൊന്നുമില്ല. ഇത്ര എവിടെയും ഗൈസ് പിക്കിൻ്റെ വരെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ പറയാക്കാം, മെല്ലെ ഉയർത്താം ഗൈസ്. നമുക്ക് ഈ കളി കൊണ്ട് സിമ്മ് ചെയ്തേക്കണ്ട ഗൈസ്. ഈ കളി നമുക്ക് സിമ്മ് ചെയ്യണോ? നമുക്ക് ഹൈലൈറ്റ് വെച്ച് കളിക്കാം ഗൈസ്. ഹൈലൈറ്റ് കളിക്കാനല്ല, നമ്മൾ ഹൈലൈറ്റ് മാത്രം കാണിച്ചില്ല, അത്രേ ഉള്ളൂ. ഫസ്റ്റ് നമുക്ക് അറ്റാക്കാണ് ഗൈസ്. കൗണ്ടല്ല, ഒരു പൊട്ടൻ ഗെയിമാണ് ഗൈസ്. ഒരു ലങ്കാങ്കണ്ട ഒരു ഷോട്ട് ഗൈസ്. ലങ്കാക്കിലേക്ക് ഒരു ബോൾ ഇട്ടിട്ടുണ്ട്. ലങ്കാക്കൊരു ഷോട്ടാണ് ഗൈസ്. ബ്രോ, 1 goal, ഫസ്റ്റ് ഗോൾ. ഫൗളായി. ഗൈസ് അവർ 3 അറ്റാക്കാണ് ഗൈസ്. അവർ അറ്റാക്ക് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു പോസ്റ്റൻ ഗെയിമാണ് ഗൈസ്. മിലിയാവ് ബ്രോ, വേർ ഈസ് മിലിയാവ് ബ്രോ? ഗോൾ. ആ ചങ്ങായി ഗോൾ അടിച്ചു ഗായ്സ്. അങ്ങനെ അഗൈൻ മിലിയാവ് ടു ലങ്കാഖാൻ്റെ ഒരു ഗോൾ ഗായ്സ്. ലങ്കാഖാൻ എന്നാ ടീമിൻ്റെ പേര്, പക്ഷെ റാങ്കിയതാണ്. ഗോൺസാലസ് ടു മിലിയാവ് ഒരു ഷോട്ട് ഗായ്സ്. ബ്രൗൺ ഒരു കോർണർ കിക്ക്. ബ്രോ, ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഗോൾ. 70 റേറ്റിംഗ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക്. പാൽമർ സെലിബ്രേഷൻ ഗൈസ്. 4 ഗോളായിട്ടുണ്ട്. ഇതാ വീണ്ടും അറ്റാക്കാണ്. ദാറ്റ്സ് എ ഫ്രീ കിക്ക് ബ്രോ. ദാറ്റ്സ് എ റിയൽ ഫ്രീ കിക്ക് ബ്രോ. കിട്ടിയിട്ടുണ്ട്. ബ്രൗൺ ഒരു ഫ്രീ കിക്ക് ടേക്കർ. ബ്രൗൺ ഒരു ഫ്രീ കിക്ക്. എടാ കോർണറാ. ബ്രോ, ഗിബോൺസിനെ അടിക്കാൻ നിൽക്കില്ലല്ലോ, അടിക്കുന്നു. അപ്പം അങ്ങനെ അതും ചെയ്തു. 5 ഗോൾ. റിയലി ഞാൻ വിചാരിച്ചു പിന്നെ കളിച്ചാലോ എന്ന് വിചാരിച്ചാണ്. കാരണം സംഭവിച്ചാൽ ഇതുവരെ ഫുള്ള് പ്രശ്നമാണ്, വലിയ ടീമാണ് വെച്ച് തിന്നതെന്ന്. നമുക്ക് 5 ഗോളെല്ലാം അടിക്കുന്നു. കോർണർ കിക്ക് ടു യെല്ലോ കാർഡ് തരികയില്ല. അങ്ങനെ ഗായ്സ് ഈ കളിയും കൂടെ അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ കഴിയാനായി. ദാറ്റ്സ് എടാ ടീമിൻ്റെ അട്ടിമറ വിജയം. ദാറ്റ്സ് എ ഫൈനൽ വിസിൽ മുഴങ്ങിയിരിക്കുന്നു. ദാറ്റ്സ് എ 7 ഗോൾ. ഇനി ഹിസ്റ്ററിൽ ആദ്യമായി ഇത്രയും ഗോൾ അടിക്കുന്ന അതിൽ കണ്ടു ഗായ്സ്. അപ്പം ഈ ഒരു ഇതാണ് ടീമാണ്. റേറ്റിംഗ് ആയിട്ടുണ്ട്, പണം കയറിയിട്ടുണ്ട്. 33 പോയിന്റ്, 34 ഗോൾ. എന്തോ ഒന്നുമില്ല. ഈ ഹുള്ളിൻ്റെ കളി ബാക്കി നമുക്ക് ഫിക്സ് വെച്ചാൽ 4 കളി മാത്രമേ ഇല്ലൂ. ലാസ്റ്റ് നമ്മളെ സെക്കൻഡിൽ അവിടെയാണ്. Yeah, bro.
സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ ബൈ. നമുക്ക് ഇതിൻ്റെ പാർട്ട് 3 നിങ്ങൾ കാണാൻ കാത്തിരുന്നോ. നമുക്കൊരു 6 മണിയാകുമ്പോൾ ഇതിൻ്റെ പാർട്ട് 3 നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത് പാർട്ട് 2 ആണ് ഗൈസ്. പാർട്ട് 2 നമുക്ക് വരാൻ വേണ്ടി പോകുമ്പം രാത്രി ഒരു 7 മണിയായിട്ടുണ്ടാവും. അത് അപ്ലോഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അത്ര എല്ലാവർക്കും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പറഞ്ഞു ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക. ഞങ്ങളൊരു കൊച്ചു യൂട്യൂബറാണ്. ഫുൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് ഇതേപോലെ വീഡിയോസിൽ ഇടാം ഗൈസ്. അപ്പോൾ അത്രയോളം ബൈ ബൈ.